പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചിയുള്ളൊരു കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുള്ള ഈ കൂട്ടുകറിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു അര കപ്പോളം കടലയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു മൺചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 നേന്ത്രക്കായ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ചേനയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മൾ കടല വേവിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു 1/4 കപ്പ് വെള്ളവും പിന്നെ എക്സ്ട്രാ ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മറ്റൊരടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും 1/4 ടീസ്പൂണോളം തന്നെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും മുറിച്ചിട്ടൊന്ന് കൊടുത്ത് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു അര കപ്പോളം ചിരവിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഈ ഒരു രീതിയിലൊന്ന് വറവായി വരുന്ന സമയത്ത്, അതായത് ഒരു 1/4 പാകത്തോളം വറവായി വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് ഒരു 1/4 കപ്പോളം തേങ്ങ മാറ്റി വെക്കണം. ഇതിൽ നിന്നൊരു 1/4 കപ്പ് തേങ്ങ കോരി മാറ്റിയതിന് ശേഷം അത് നല്ലപോലെ ചൂടാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഇതിൽ ബാക്കിയുള്ള തേങ്ങ നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിന് മുന്നേ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ തേങ്ങ വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചേനയും കായയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കടലയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്കിത് കടലയും കൂടെ ചേർത്ത് വീണ്ടും ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കായയും ചേനയും കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ശർക്കര ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രുചിയുള്ളൊരു കൂട്ടുകറിയാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ കൂട്ടുകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണ്. നമ്മളിത് വെറുതെ തന്നെ ഇങ്ങനെ കഴിച്ചു പോകും കേട്ടോ, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.